എല്ലാവർക്കും നമസ്കാരം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ നാമധേയത്തിലുള്ള ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തി വരുന്ന അദ്വൈത ലഹരി വേദങ്ങളെക്കുറിച്ചും പുരാണത്തെക്കുറിച്ചും എല്ലാം അധ്യാവസായി വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണിത്. 53ഓളം ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 53ാമത്തെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുനാഥനെയും ഭക്ത്യാദരപൂർവ്വം അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് നമ്മളെ പഠിപ്പിച്ച് അനുഗ്രഹിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ഔപചാരികതയുടെ പേരിൽ ആദ്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗുരുസ്മരണയ്ക്കായിട്ട് നമ്മളുടെ പ്രിയങ്കരിയായ സരസ്വതി ഓപ്പോളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സരസ്വതി ഓപ്പോള് ഗുരുസ്മരണയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അജ്ഞാനാന്തർ ഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാ താപപാപാസ്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തി ശരതി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവ സമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ജിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വാജോഭിർ വാഗ്ദേവി വദന കമലാ മോദ മധുരൈ. ശങ്കര. നന്ദി സരസ്വതി ഓപ്പോളെ. നമ്മുടെ ആദരണീയനായ അധ്യാപകനെ ഗുരുനാഥനെ ക്ഷണിച്ചുകൊള്ളുന്നു ക്ലാസ്സിന് തുടങ്ങാനായിട്ട്. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മഹാഭാരതത്തിന്റെ ഇടയിൽ വന്ന ഭഗവത്ഗീതയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത്. 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായം സാഖ്യയോഗം എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു. ആ സാഖ്യയോഗത്തിലെ ആദ്യത്തെ വിഷയം ആത്മജ്ഞാനത്തെ കുറിച്ചുള്ള വിവരണമാണ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ എടുത്തു തീർത്തത്. ആ ആത്മജ്ഞാനം കൊണ്ട് മാത്രം
ജീവിക്കാൻ പറ്റില്ലല്ലോ, കർമ്മം അനുഷ്ഠിക്കണ്ടേ എന്നാണെങ്കിൽ ആ കർമ്മം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉപസംഹരിച്ചത്. അർജുനന്റെ ധർമാചരണം അനുഷ്ഠിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഏകാഗ്രചിത്തനാക്കിക്കൊണ്ട് ആത്മാവിനെ മറയ്ക്കാതെ ജ്ഞാനയോഗം കൊണ്ട് ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. എന്നാലേ ജയിക്കാൻ സാധിക്കൂ എന്ന് ധർമ്മത്തിന്റെ ആചരണത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞു ഉപസംഹരിച്ചത്. ഈ ധർമാചരണം ഭൗതിക ലാഭത്തിനു വേണ്ടിയല്ല, അത് ഭൗതിക ലാഭത്തിന് വേണ്ടിയാണെന്നറിയുമ്പോൾ അധർമ്മമാകും. അപ്പോൾ നീ അജ്ഞാനിയാകും. ഇങ്ങനെ ശ്രീകൃഷ്ണൻ ആത്മജ്ഞാനമായ സാഖ്യയോഗം ഉപദേശിച്ചു കൊടുത്തു. ഇനി ഞാൻ നിനക്ക് കർമ്മയോഗം എന്താന്ന് പറഞ്ഞുതരാം. ഇതുവരെ ഞാൻ നിനക്ക് പറഞ്ഞത് ജ്ഞാനയോഗമാണ്. ഇനി നിനക്ക് കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞുതരാം. അതറിയുമ്പോൾ മാത്രമേ നിനക്ക് കർമ്മം നിന്നെ ബന്ധിക്കാതെ കർമ്മം ചെയ്യാൻ പറ്റൂ. ഏത് കർമ്മം ചെയ്താലും അത് ബന്ധനമായി മാറുന്നു എന്നുള്ളത് കൊണ്ട് അത് കർമാനുഷ്ഠാനത്തെ കുറച്ചുകൂടി ആന്തരികമാക്കി മാറ്റുകയാണ്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് വേദത്തിൽ കർമ്മത്തെക്കുറിച്ച് നന്നായി പ്രവചിക്കുന്നുണ്ട്. ആ കർമ്മം ചെയ്യുമ്പോൾ അതിന് ഫലം സ്വർഗമാണെന്ന് ധരിച്ച് കർമ്മപരമായ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പൊ കർമ്മങ്ങളെക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ ഫലകാംക്ഷ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ 3-ാം അധ്യായത്തിൽ പറയാൻ പോകുന്ന കർമ്മയോഗത്തിന്റെ ഒരു കീ താക്കോൽ ഇവിടെ ചെറുതായിട്ട് ചുരുക്കി പറഞ്ഞിട്ടാണ് ഈ അടുത്ത വിഷയത്തിലേക്ക് നീങ്ങുന്നത്. 3 വിഷയമാണ് ഇതിൻ്റെ അകത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ ഫംഗോസ്വകർമ്മണി എന്ന ശ്ലോകം ഈ 2-ാം അധ്യായത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന അവിടെയാണ്. കർമ്മണി ഏവാ തേ അധികാര. അർജുന, നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം. അധികാരം എന്ന് പറഞ്ഞാൽ അധികരിച്ച് നിലനിൽക്കുന്നതിന്റെ പേരാണ് അധികാരം എന്ന്. കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തിൽ അധികൃതനായിക്കൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം. ആ കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം. ഫലേഷു കദാചന മാ. ഒരിക്കലും ഫലത്തിൽ ഈ ഒരു അധികാരം ഉണ്ടാവില്ല. നിന്റെ അധികാരം കർമ്മം ചെയ്യുന്നതിലാണ്, ഫലത്തിലല്ല. അതുകൊണ്ട് ഇനി മുതൽ ഫലം വിട്ടിട്ട് ഫലത്തെ കാക്ഷിക്കാതെ കർമ്മം ചെയ്യണം എന്ന്, കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവകാശമില്ലെന്നും കർമ്മഫലങ്ങൾ ദുഃഖിപ്പിക്കാനുള്ള ഹേതുവായി തീരും. മാ കർമ്മഫല ഹേതുഹു ഭൂഹു മാ തേ ഫംഗോസ്തു അകർമ്മണി. നിനക്ക് എന്താണ് അകർമ്മത്തോട് സംഘം ഉണ്ടാവരുത്. ദുഃഖഹേതുവായ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്ത ഉണ്ടാവരുത്. നല്ല ഫലമായാലും ചീത്ത ഫലമായാലും അത് അവരവർ തന്നെ അനുഭവിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ചീത്ത ഫലം വരും എന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വാച്യമായ ഒരർത്ഥം. നമുക്ക് ഇന്ന് ഏറ്റവും അധികം വിവാദ വിഷയമായ ഒരു ശ്ലോകമാണിത്. എത്രയോ കവലകളിൽ നിന്ന് എത്രയോ ഗീതാ വിരോധികൾ ഇതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ, ജോലി ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഫലം മറ്റുള്ളവർക്കാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര അധിക്ഷേപങ്ങൾ ഗീതയെക്കുറിച്ച് പറയാറുണ്ട്. നമ്മളതൊക്കെ കേട്ടുപോരുകയല്ലാതെ മറുപടി പറയാൻ നമ്മൾ പലപ്പോഴും സജ്ജരായി മാറാറില്ല. അവിടെയാണ് ഈ ഗീതാ ശ്ലോകത്തിന് പ്രസക്തി ഏറുന്നത്. ഋഷി ഒരിക്കലും അങ്ങനെ അർത്ഥം അതിന് ഉദ്ദേശിച്ചിട്ടില്ല എന്നത് സത്യമാണ്. എല്ലാ ജീവജാലങ്ങളും കർമ്മം ചെയ്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ കഴിയുന്നത്. കർമ്മം ചെയ്യാതെ ആർക്കും ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല.
ജാതു തിഷ്ഠതി അകർമ്മകൃത്ത്. അകർമ്മകൃത്ത് ഒരിക്കലും നിലനിൽക്കില്ല തന്നെ. അങ്ങനെ ആർക്കും കർമ്മം ചെയ്യാതെ ജീവിക്കാനും പറ്റില്ല. ശ്വാസോച്ഛ്വാസം എന്ന കർമ്മമെങ്കിലും ചെയ്യണം. നമ്മൾ പലപ്പോഴും പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കാൻ പോകണം, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ശ്വാസോച്ഛ്വാസം എങ്കിലും മിനിമമായ കർമ്മമാണ്, അത് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അതേപോലെ ഏത് കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്നുറപ്പാണ്. ഫലമില്ലാത്ത കർമ്മം ആരും ചെയ്യരുത്. കുര്യാത് നിഷ്ഫലം കർമ്മ. അതുകൊണ്ട് എല്ലാവരും കർമ്മം ചെയ്യുന്നു, കർമ്മങ്ങൾക്ക് ഫലമുണ്ട്. അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിക്കുന്നേ വരൂ. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണ്. എല്ലാ ജീവജാലങ്ങളും എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, കർമ്മത്തിന് ഫലമുണ്ട്. അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ അനുഭവിക്കണം. അപ്പൊ പിന്നെ കർമ്മണ്യേവാധികാരത്തെയും ഫലീഷു കഥാചന എന്ന് പറഞ്ഞത് വിരുദ്ധമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിക്കാം. അതിന് കർമ്മത്തിന് 2 വിഭാഗമുണ്ട്. ഒന്ന് അതിന്റെ ഫലം, മറ്റൊന്ന് പ്രതിഫലം. പ്രതിഫലം കർമ്മം ചെയ്യുന്നവന് സ്വീകരിക്കാം, ഫലം കർമ്മം ചെയ്യുന്നതിന് അവകാശപ്പെട്ടതല്ല. കർമ്മണി ഏവതേ അധികാര. കർമ്മത്തിൽ മാത്രമാണ് അധികാരം. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യാനാകുമോ നമുക്ക് സംശയം തോന്നാം. പരീക്ഷ എഴുതുന്നത് വിജയിക്കണം എന്ന് അതിന്റെ ഫലത്തെ ആഗ്രഹിച്ചു തന്നെയാണ്. ജോലി ചെയ്ത് ശമ്പളം കിട്ടണം എന്ന ഫലം ആഗ്രഹിച്ചു തന്നെയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ഒരു സംഗതമാണ്. പക്ഷെ വ്യക്തതയോടെ ഈർഷി ചിന്തിച്ച് മറുപടി നൽകുന്നുണ്ട്. നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമാണ് അധികാരമുള്ളത്, കർമ്മഫലത്തെ അധികാരമില്ല. അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആ കുട്ടികളെ പഠിപ്പിക്കുക എന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്ന കുട്ടികളാണ്, അധ്യാപകനല്ല, കർമ്മം ചെയ്യുന്ന ആളല്ല. പഠിപ്പിന്റെ ഫലം അനുഭവിക്കുന്നത് കുട്ടികളാണ്. കുട്ടികളിലേക്കാണ് ഇത് എത്തുക. അതിന്റെ ഫലം കുട്ടികളാണ്. പരീക്ഷ എഴുതി ജയിച്ച് ജോലി കിട്ടി നന്നായിട്ട് പോകുന്ന കുട്ടികളാണ്, അധ്യാപകനല്ല. അധ്യാപകനാണ് കർമ്മം ചെയ്യുന്നത്, ഫലം അനുഭവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നു, രോഗം ഭേദമാകുന്നത് രോഗിക്കാണ്, ഡോക്ടർക്കല്ല. ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നുണ്ട്. ഡോക്ടർ പഠിച്ച എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ചാണ് രോഗിയെ ചികിത്സിക്കുന്നത്. മരുന്ന് കുറിച്ച് കൊടുക്കുകയും ചെയ്യും. അത് വാങ്ങിക്കഴിച്ചാൽ രോഗം ഭേദമാകുന്നത് ഡോക്ടർക്കല്ല, ഇതിലാർക്കാണ്? രോഗിക്കാണ്. ഡോക്ടർ ചെയ്ത ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് രോഗിയാണ്. പക്ഷെ അതിന് രോഗി ഡോക്ടർക്ക് പ്രതിഫലം കൊടുക്കും, അത് വാങ്ങാം. അധ്യാപകന് സർക്കാർ ശമ്പളം കൊടുക്കും, അതും വാങ്ങാം. അത് രണ്ടും പ്രതിഫലമാണ്, ഫലമല്ല. രണ്ടും ഒന്നായിട്ട് ധരിച്ചു പോയതാനുള്ള പറ്റിയ കുഴപ്പം. ഫലം വേറെ, പ്രതിഫലം വേറെ. ഫലം നമുക്കുള്ളതല്ല, പ്രതിഫലം നമുക്കുള്ളതാണ്. അതുകൊണ്ട് ആ കർമ്മത്തിന്റെ ഫലം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത് തന്നെയാണ് നമ്മൾ എല്ലാ കർമ്മവും ചെയ്യുന്നത്. പിന്നെ കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ചെയ്യുന്ന കൃഷിയുടെ ഫലം അനുഭവിക്കുന്ന കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്. അതിന് ആ തൊഴിലാളിക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കും, അതായത് വാങ്ങാം. പ്രതിഫലം ഇയാൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമല്ല, ഭാഗികമായ ഒരു പാർശ്വഫലം മാത്രമാണത്. ഇയാൾ അത് ചെയ്തിട്ട് പോകും. വാഴ കുഴിച്ചു വെച്ചു, ചേന കുഴിച്ചു വെച്ചു, കപ്പ കുഴിച്ചു വെച്ചു, ഒക്കെ കഴിഞ്ഞു പോയി. അയാൾക്ക് ശമ്പളം കൊടുത്ത്, പ്രതിഫലം കൊടുത്ത്, കൂലി കൊടുത്ത് അയാളെ പറഞ്ഞേച്ചു. കുറെ കാലം കഴിയുമ്പോൾ ഇതിന്റെ ഫലം ഈ വീട്ടുടമസ്ഥനെ കൃഷി ചെയ്യിച്ച ആളിനാണ് അനുഭവിക്കാൻ പറ്റുന്നത്. അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് പക്ഷേ തൊഴിലാളി മുതലാളി മട്ടിലുള്ള വ്യാഖ്യാനം ഗീതയ്ക്ക് പലപ്പോഴും കൊടുക്കാറുണ്ട്. അത് ഈ കർമ്മയോഗത്തോട് ചെയ്യുന്ന ഒരു വലിയ ദുര്യോഗം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ചാൽ അറിയാം,
ശമ്പളത്തിന് വേണ്ടിയല്ല ഞാൻ പഠിപ്പിക്കുന്നത് എന്ന ഭാവനയോട് ഞാൻ കർമ്മം ചെയ്യുന്നെങ്കിൽ അത് നിഷ്കാമ കർമ്മമാണ്. ശമ്പളം കിട്ടും, അത് ഞാൻ വാങ്ങും, അത്രേ ഉള്ളൂ. ഇതേപോലെ ഈ പ്രപഞ്ചത്തെ ഒരു സ്ഥാപനമായി സങ്കല്പിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്? ഒരു ഫാക്ടറിയാണ്. അതിന്റെ ഉടമസ്ഥനാണ് ഈശ്വരൻ. ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന നമ്മളൊക്കെയും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം കമ്പനിയുടെ ഉടമസ്ഥന് വിട്ടുകൊടുക്കണം, നമുക്കല്ലല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ചെറുപ്പക്കാരായ എത്രയോ കുട്ടികൾ ഓരോ കമ്പനികൾ ജോലി ചെയ്തിട്ട് കമ്പനിയിൽ നിന്നും ലക്ഷക്കണക്കിന് കാശ് മുടക്കി അവരെ വിദേശത്തേക്ക് പറഞ്ഞയക്കും. എന്തിനാണ്? പ്രോജക്റ്റ് ചെയ്യാൻ. അവര് രാപകലില്ലാതെ ഉറക്കമൊഴിഞ്ഞ് അവരുടെ യൗവന വീര്യം മുഴുവൻ ചെലവഴിച്ച് 10-18 മണിക്കൂർ പണിയെടുത്ത് അവർ പ്രോജക്റ്റ് തയ്യാറാക്കി ഈ കമ്പനികളുടെ ഉടമസ്ഥന് കൊടുക്കും. ആ പ്രോജക്റ്റിന്റെ ഫലം അനുഭവിക്കുന്നത് കമ്പനിയുടെ മാനേജരാണ്, ഈ കുട്ടികളല്ല. അതിനിവർക്ക് കമ്പനിയുടെ ഉടമസ്ഥൻ ധാരാളം പ്രതിഫലം കൊടുക്കും, അത് ഇവർക്ക് വാങ്ങാം. പക്ഷെ ഇവരുടെ ശക്തിയും വീര്യവും ബുദ്ധിയും ബലവും മുഴുവൻ അവർ വിട്ടുകൊടുക്കലാണ് കമ്പനി നന്നാക്കാൻ. അപ്പൊ വാസ്തവത്തിൽ ഇവിടെയൊക്കെ ഒരു ത്യാഗമല്ലേ ഉള്ളത്? കർമ്മഫലത്തെ വിട്ടുകൊടുക്കല്ലേ ചെയ്യുക. ഏത് കർമ്മം എടുത്തോളൂ, ഏത് കർമ്മത്തിന്റെയും ഫലം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ശമ്പളം. അധ്വാനത്തിന്റെ ഫലം അത് മുഴുവനും സ്ഥാപനത്തിന് വേണ്ടിയുള്ളതാണ്. ഇതേപോലെ ലോകം എന്ന സ്ഥാപനത്തിലെ ഈശ്വരൻ എന്ന യജമാനൻ വിവിധമായ പദ്ധതികൾ ഏറ്റെടുത്ത് നമ്മളൊക്കെ ജോലിക്കാരാണ്, സേവകന്മാരാണ്. നമ്മൾ ഏറ്റെടുത്തി നടത്തി വിജയിപ്പിക്കുന്ന ഓരോ പദ്ധതിയുടെയും ഫലം യജമാനായ ഈശ്വരനുള്ളതാണ്. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാൽ എത്തൽക്കരോമി തത്തൽ അഖിലം, ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കണം. കാരണം ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഈശ്വരൻ. കർമ്മഫലം യജമാനായി ഈശ്വരന് വിട്ടുകൊടുക്കണം. നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആവണം. ഇത് സത്യമാണ്. പക്ഷെ നമുക്കിത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ പോയത് കൊണ്ടാണ്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കർമ്മയോഗത്തെ അനായാസമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ വിഷയത്തിൽ നമ്മുടെ പങ്കെന്താണെന്ന് ബോധപൂർവം അറിഞ്ഞുകൊണ്ടല്ല നാമൊക്കെ ഈ പദ്ധതി പങ്കെടുക്കുന്നു. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ കർമ്മത്തിന്റെ ഫലം എന്ന് ധരിച്ചു വശായി. ഫലം മറ്റൊരാൾക്ക് സമർപ്പിക്കേണ്ടതാണെന്ന തിരിച്ചറിവോടുകൂടി കർമ്മം ചെയ്താൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒരു ഫലവും നമ്മെ ബാധിക്കില്ല. ചെയ്യുന്ന കർമ്മത്തിൽ എത്ര പോരായ്മയോ ന്യൂനതയോ കുറവോ തിരിച്ചടിയോ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ എന്ന് വരും. ആരും പറഞ്ഞില്ല വിട്ടുകൊടുത്തേക്കൂ, അതൊക്കെ ഈശ്വരന് വിട്ടുകൊടുത്തേക്കൂ. ഇതാണ് കർമ്മണ്യേവാധികാരത്തെയും ആ ഫലേഷു കഥാചന. ലൗകികമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല മഹത്തായ കർമ്മം എന്ന ധർമ്മം ആചരിക്കുന്നത്. ഈ സത്യം അറിഞ്ഞ് ആചരിക്കുന്നവർ മാത്രമേ പണ്ഡിതനാവുകയുള്ളൂ. 2-ാം അധ്യായം ആരംഭിക്കുന്ന പണ്ഡിത ലക്ഷണത്തോടു കൂടി തന്നെയാണ്. ധർമാചരണം ലൗകികമായ ഒരു സ്വാർത്ഥതയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ആത്മീയ ബലം നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭാരതത്തിലെ അധ്യാത്മശാസ്ത്രങ്ങളുടെ ലക്ഷ്യം നിസ്വാർത്ഥമായ ധർമാചരണമാണ്, കർമാചരണമാണ്. ഈ സത്യം അറിയുന്നവന്റെ ബുദ്ധി ഉറച്ചത്. ഈ കർമ്മയോഗത്തിന്റെ സത്യം തിരിച്ചറിയുന്ന ഒരാളുടെ ബുദ്ധി ഉറച്ചതാണ്. ഇത് കേട്ടപ്പോ അദ്ദേഹം ചോദിച്ചു, ബുദ്ധി ഉറച്ച ഒരാളുടെ ലക്ഷണം ഒന്ന് പറയാമോ? സ്ഥിതപ്രജ്ഞാൽ എന്താണ് ലക്ഷണം? ലക്ഷണം എന്താണ്? കിം ആഫീത പ്രജേത പ്രഭാഷേത കിം, അയാൾ എന്ത് പറയും, എങ്ങനെ ഇരിക്കും, ഇതൊക്കെ ചോദിക്കാം. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ് എന്ന് ഇനി മുതൽ പറയാൻ തുടങ്ങുകയാണ്. ഭൗതികമായ ലക്ഷണങ്ങളും അടയാളങ്ങളും രണ്ടുപേരുടെ ഒന്ന് തന്നെയാണ്. സംസ്കാരം കൊണ്ട് മാത്രമേ ഇവരെ തിരിച്ചറിയാൻ പറ്റൂ. ഇന്ദ്രിയവും ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം രണ്ടു കൂട്ടരും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവാണ് ഞാനെന്ന് അറിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ.
ഇന്ദ്രിയങ്ങൾ ഞാനെന്ന ഭാവന കടന്നുകൂടിയാൽ ബുദ്ധി ഉറക്കില്ല. മനസ്സും ബുദ്ധിയും എന്നും ഞാൻ ആണ് ഈ ശരീരം എന്ന ചിന്ത ഭാവനയിൽ ഉറച്ചാൽ സ്ഥിതപ്രജ്ഞനാവില്ല. ഞാൻ ആത്മസ്വരൂപനാണ്, ഞാൻ ഇന്ദ്രിയമല്ല, മനസ്സല്ല, ശരീരമല്ല. നേതി നേതി നേതി, ഇതല്ല 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 എന്ന് എല്ലാത്തിനെയും നിഷേധിച്ച് അവസാനം ശിഷ്ടമാകുന്നത്, ശേഷിക്കുന്ന എന്തോ അതാണ് ഞാൻ എന്നറിയുന്നതാണ് സ്ഥിതപ്രജ്ഞ. അവന്റെ പ്രജ്ഞ ഉറച്ചിരിക്കണം, ബുദ്ധി ഉറച്ചതായിരിക്കണം. നമ്മുടെ ബുദ്ധി ഇന്ന് വൈവിധ്യമാർന്നതാണ്. എത്ര തരം ബുദ്ധികൾ ഇത് സംഭവിക്കുന്നു. ഒരു ബുദ്ധിയും സ്ഥിരമാവണം എന്നുമില്ല. നാളെ ഇത് വിട്ടുപോകും. എന്നും ഉറച്ചിരിക്കുന്ന ഒരു ബുദ്ധി വേണം. അത് ആത്മജ്ഞാനോട് നേടുന്ന ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ സ്ഥിതപ്രജ്ഞൻ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് രാഗദ്വേഷങ്ങളൊക്കെ അടക്കി സുഖദുഃഖങ്ങളൊന്നും എനിക്കല്ല എന്നുറപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞനാണ്. ശരീരവൃത്തികൾ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിലൂടെയും പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നടക്കുക, കാണുക, കേൾക്കുക, ഇതെല്ലാം ഓരോ വൃത്തികൾ തന്നെയാണ്, ഓരോ പ്രവൃത്തികളാണ്. ശരീരത്തിന്റെ ഈ പ്രവൃത്തികളെല്ലാം അടക്കി വികാരങ്ങൾക്ക് അടിമപ്പെടാതെ എന്തിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. നമ്മൾ എന്തിനും ദുഃഖം കണ്ടെത്തുകയാണ്. കണ്ടെത്തിയില്ലെങ്കിലും വരുന്ന ദുഃഖം തന്നെയാണ്. അപ്പൊ ഈ സന്തോഷത്തെ കണ്ടെത്താൻ പറ്റുക, രാഗദ്വേഷങ്ങളോ സുഖദുഃഖങ്ങളോ ഉപേക്ഷിക്കണം. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ടാകും, നഷ്ടമുണ്ടെങ്കിൽ ലാഭം ഉണ്ടാകും. സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകും, ദുഃഖം ഉണ്ടെങ്കിൽ സുഖവുമുണ്ട്. രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്. ദ്വന്ദ്ങ്ങളാണ് ഇതെല്ലാം. ഈ ദ്വന്ദ്ങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. രാത്രിയില്ല, പകലുമില്ല, അതൊരു പ്രതിഭാസമാണ്, നമുക്ക് തോന്നിക്കല. സുഖമില്ല, ദുഃഖമില്ല, അനുഭവിക്കുന്ന അത്രയും സമയം കുറച്ചു കാലം തോന്നിക്കുന്നു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ലാഭമില്ല, നഷ്ടമില്ല, തൽക്കാലം ലാഭം നഷ്ടം തോന്നിക്കുന്നുള്ളൂ. പരിഹരിക്കപ്പെട്ട ലാഭമില്ല, നഷ്ടമില്ല. അങ്ങനെ ഈ ദ്വന്ദ്ങ്ങളെ സമമായി കണ്ട് വിഷയാനുഭവങ്ങളിൽ അകപ്പെടാതെ ഇരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞനാണ്. ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ഏതുപോലെയാണ്? യഥാ സംഹരതി ചായം കൂർമ്മോ അംഗാനീവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ആമ തന്റെ അവയവങ്ങളെ എപ്രകാരമാണോ അകത്തേക്ക് വലിക്കുന്നത്, യഥാ സംഹരതി ചായം കൂർമ്മോ അംഗാനീവ സർവശ. കൂർമ്മം തന്റെ അംഗങ്ങളെ എല്ലാ ദിക്കിൽ നിന്നും അകത്തേക്ക് വലിക്കുന്നത് പോലെ കൂർമ്മത്തെ ആമ ആരെങ്കിലും ചെന്ന് തൊട്ടാൽ അപ്പ തന്നെ തന്റെ 6 അംഗങ്ങളായ അവയവങ്ങൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ കൈയും കാലും വായുമൊക്കെ ഉണ്ട്, വായുവൊക്കെ, അതെല്ലാം അകത്തേക്ക് വലിച്ചിട്ട് ഒരു സ്വയം തോടിന്റെ അകത്ത് ഒതുങ്ങി സംരക്ഷിക്കപ്പെട്ടു. പിന്നെ ഒരു തോട് മാത്രമേ ഉള്ളൂ, കട്ടിയായ തോട് മാത്രമേ ഉള്ളൂ. ഒന്നും കാണാനില്ല, തലയില്ല, കൈയില്ല, കാലില്ല, ഒന്നും കാണാനില്ല. ഇതുപോലെയാണ് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്നും പിൻവലിക്കേണ്ടത്. ആമ സ്പർശിക്കുമ്പോൾ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ സ്ഥിതപ്രജ്ഞൻ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയത്തെ പിൻവലിക്കണം. അത് എനിക്കേ പറ്റുള്ളൂ എന്റെ ഇന്ദ്രിയത്തെ പിൻവലിക്കാൻ. എന്റെ കണ്ണിനോട് മതി, തിരിച്ചു വരൂ എന്ന് പറയാൻ എനിക്കല്ലേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റും? എന്റെ ചെവിയോട് കേട്ടത് മതി, ഇനി ഇതൊന്നും കേൾക്കണ്ട, തിരിച്ചു വരൂ. സ്വാദ് ഇത്രയൊക്കെ മതി, ഇന്നലെ ഈ സ്വാദ് അനുഭവിച്ചല്ലേ, ഇനി ഈ സ്വാദിന്റെ പുറകെ ഓടി നടക്കണ്ട എന്ന് പറഞ്ഞ് സ്വാദിനെ അടക്കി നിർത്താൻ എനിക്കല്ലേ കഴിയൂ? എന്റെ അധീനതയിലാണല്ലോ ഇന്ദ്രിയങ്ങളൊക്കെ. ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ലേ കർമ്മം ചെയ്യുന്നേ. അപ്പൊ ഇതെല്ലാം എന്റെ അധീനതയിലാണ്, സ്വാധീനതയിലാണ്. കർമ്മണ്യേവാധികാരസ്ഥ. ഏത് കർമ്മവും ചെയ്യുന്ന 10 ഇന്ദ്രിയം കൊണ്ടാണ്. ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും. അതെല്ലാം എന്റെ ഇന്ദ്രിയങ്ങളാണ്, ഞാനല്ല. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്നും ബലാത്കാരമായി പിന്തിരിക്കുന്നവൻ
എപ്പോഴും സ്ഥിതപ്രജ്ഞനാണ്. പ്രപഞ്ചത്തിലെ ഒരു അനുഭവം അവനെ ബാധിക്കത്തില്ല. തണുപ്പ് വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും അവനെ ബാധിക്കില്ല. ഇതൊക്കെ എന്റെ ശരീരത്തെ ബാധിച്ചു പോകുള്ളൂ, ഞാൻ ഇതിന്റെ അപ്പുറത്താണ്. ഈ ഒരു ഗുണം ഒരു കുടുംബ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശീലിക്കാവുന്നതാണ്. ഓരോ കുടുംബത്തിലും ഇങ്ങനെയുള്ള എത്ര വിഷയങ്ങളാണ്. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്വയമേവ ഉള്ളിലേക്ക് വലിയാൻ പറ്റണം. ആമയെ പോലെ ഇതൊന്നും നമ്മെ ബാധിക്കില്ല. അല്ലെങ്കിൽ ക്ഷോഭം ഉണ്ടാകും, കാമം ഉണ്ടാകും, ക്രോധം ഉണ്ടാകും. അതിന്റെ പരിണതഫലമായി എന്താണ്? അജ്ഞാനം ഉണ്ടാകും. അതിന്റെ പരിണതഫലമായി ബുദ്ധിക്ക് ഭ്രംശം ഉണ്ടാകും. ഇങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞതയാണ് അർജുന സ്വീകരിക്കേണ്ടത്. ഇനിയും അത് സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന ദോഷം ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമം കാമാത് ക്രോധോപജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ധ്യായതോ വിഷയാൻ പുംസ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് തേഷു സംഘ ഉപജായതേ അവകളിൽ സംഘം ഉണ്ടാകും. സംഘം എന്ന് വെച്ചാൽ ഒരടുപ്പമാണ്, ഒരു അഫിനിറ്റിയാണ്. ഇപ്പൊ നമ്മുടെ ചുറ്റും 100 കൂട്ടം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിൽ ഒന്നിനോട് കൂടുതൽ അടുപ്പം ഉണ്ടാകും. ഇപ്പൊ സുന്ദരിമാരായ 100 സ്ത്രീകൾ അല്ലെങ്കിൽ 100 പുരുഷന്മാർ, അവരിൽ ചിലരോടാണ് ചിലർക്ക് ഒരു അഭിമതം തോന്നിക്കുക, എല്ലാവരോടും ഇല്ല. ഇതിനാണ് സംഘം എന്ന് പറയുന്നത്, അഫിനിറ്റി. അത് അതിലേക്ക് ഉണ്ടാകാം, സ്വാഭാവികമാണ്. അത് വിഷയത്തെ ധ്യാനിക്കുന്നവർക്കാണ് ഉണ്ടാകുന്നത്. വിഷയത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ വിഷയത്തിനോട് ചെറിയ അടുപ്പം ഉണ്ടാകുക സ്വാഭാവികമാണ്. മധുരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മധുരത്തിനോട് ആഭിമുഖ്യം കൂടും. ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ സംഘം വർദ്ധിക്കുമ്പോൾ അത് കൂടി വന്നാൽ അത് കാമമായിട്ട് മാറും. അങ്ങനെയാണ് 100 പെൺകുട്ടികൾ ഒരാളെ കണ്ടപ്പോൾ എല്ലാവരെയും ഇഷ്ടമാണ്, ഒരാളുടെ അടുപ്പം കൂടുതൽ തോന്നിച്ചു. ഇത് സംഘമാണ്. ഈ സംഘം കാമമായി പരിണമിക്കും. ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ. വിഷയങ്ങളെ ധ്യാനിക്കുന്നവന് അതിനോട് സംഘം ഉണ്ടാകും. സംഘാത് സഞ്ജായതേ കാമ, സംഘത്തിൽ നിന്ന് കാമം ഉണ്ടാകും. ഏത് വിഷയവും അങ്ങനെയാണ്. പഞ്ചസാര വേണം 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 എന്ന് സ്ഥിരമായും പഞ്ചസാരയെ കുറിച്ച് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ കുറച്ചു കഴിയുമ്പോൾ പഞ്ചസാരയുടെ കാമം കൂടും. ഇതെങ്ങനെയും കിട്ടിയേ മതിയാവുക, എങ്ങനെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. സംഘ തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമ. ആ കാമം വളർന്നാലോ കാമാത് ക്രോധോഭിജായതേ. കാമം എപ്പോഴാണ് ക്രോധമാകുന്നത്? കിട്ടാതെ വരുമ്പോൾ. അഭിലഷിച്ച വസ്തു കിട്ടാതെ വരുമ്പോൾ ആ കാമം ക്രോധമായിട്ട് മാറും, അത് കോപമായിട്ട് മാറും. അപ്പോഴാണ് അവരെ തല്ലാൻ പോകുന്നത്, കൊല്ലാൻ പോകുന്നത്, ബലാത്സംഗം ചെയ്യാൻ പോകുന്നത്, ഉപദ്രവിക്കുന്നത് ഒക്കെ അപ്പോഴാണ്. കാമം ക്രോധമായി മാറുമ്പോഴാണ്. ഇതൊരു ചെയിനാണ്. കാമാത് ക്രോധോഭിജായതേ. പഞ്ചസാര കാമിച്ച് കിട്ടാതെ വന്നാൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി ഏത് അക്രമവും ചെയ്യും. അത് ക്രോധമായി പരിണമിക്കാം. ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം കൊണ്ട് സമ്മോഹം ഉണ്ടാവും. സമ്മോഹം എന്ന് വെച്ചാൽ തിരിച്ചറിയാനാവാത്ത അവസ്ഥ. ക്രോധം കൂടിക്കഴിഞ്ഞാൽ, കോപം കൂടിക്കഴിഞ്ഞാൽ ആരോടാണ് കോപിക്കുന്നത് തിരിച്ചറിവില്ലാണ്ടാകും. അച്ഛനോടാണോ, അമ്മയോടാണോ, ഗുരുവിനോടാണോ, ജ്യേഷ്ഠനോടാണോ, ഇതൊക്കെ മറന്നുപോകും. സമ്മോഹം ഇതിലകപ്പെട്ടു പോകും. പിന്നെ കോപം എന്നൊരു ഒറ്റ വിഷയം മാത്രമേ ഉള്ളിലുള്ളൂ. സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ
ക്രോധാത് ഭവതി സമ്മോഹ. അങ്ങനെ സമ്മോഹമുണ്ടായാൽ, തിരിച്ചറിവില്ലാത്ത അവസ്ഥ വന്നാൽ അത് സ്മൃതിഭ്രംശാത്, സമ്മോഹാത് സ്മൃതി വിഭ്രമ. ഈ സമ്മോഹം കൊണ്ട് സ്മൃതിക്ക് വിഭ്രമം ഉണ്ടാകും. എന്താണ് സ്മൃതി? ഓർമ്മകളൊക്കെ ഭ്രമിച്ചു പോകും. ഈ അച്ഛൻ, ഈ അമ്മ, ഈ ജ്യേഷ്ഠൻ എനിക്ക് എന്തുമാത്രം സഹായം തന്നതാണ്, എന്നെ പ്രസവിച്ചതാണ്, എന്നെ താലോലിച്ച് വളർത്തിക്കൊണ്ടെന്നാണ്, എനിക്ക് ഭക്ഷണം വായിൽ വെച്ചത് എന്നെ വളർത്തിക്കൊണ്ടെന്നാണ്, എന്നെ പഠിപ്പിച്ച് ജോലി മേടിച്ചതെന്നാണ്, ഒക്കെ മറന്നുപോകും. സ്മൃതി വിഭ്രംശ. സ്മൃതിക്ക് വിഭ്രമം ഉണ്ടാകും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. സ്മൃതി ഭ്രംശിച്ചു പോയാൽ ബുദ്ധി നശിക്കും. ഓർമ്മ നശിച്ചാൽ ബുദ്ധി നശിക്കും. ഇപ്പോൾ അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ അനുക്രമമായ അനുഭവത്തെ കുറിച്ച് വർണ്ണിച്ചു വരികയാണ്. ബുദ്ധിനാശ നശ്യതി. ബുദ്ധി നശിച്ചാൽ പിന്നെ നശിക്കതിന് വേറൊരു വഴിയില്ല. അതിനു മുമ്പ് വേണമെങ്കിൽ അയാളെ പിന്തിരിപ്പിക്കാം, റിവേഴ്സ് വരാം. പക്ഷേ ബുദ്ധിനാശത്തിലേക്ക് കടന്നാൽ പിന്നെ റിവേഴ്സ് പറ്റില്ല, അത് നശിക്കേ ഉള്ളൂ വഴി. ഇത് ഒരു ഇന്ദ്രിയത്തിന് മാത്രം പ്രശ്നമല്ല. 5 ഇന്ദ്രിയങ്ങൾ മൂലം ഈ വിധമുള്ള പ്രശ്നങ്ങളുടെ ശൃംഖലയുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. വിഷയങ്ങളെ അനുഭവിക്കുന്നത് തെറ്റില്ല, നല്ല ഭക്ഷണം കഴിക്കാം, പക്ഷേ അതിനോട് അമിതമായ ആസക്തി ഉണ്ടാകരുത്. നല്ല കാഴ്ച കാണാം, അതിനോട് അമിതമായ ആസക്തി ഉണ്ടാകരുത്. നല്ല പാട്ട് കേൾക്കാം, അതിനോട് ആസക്തി ഭംഗം ഉണ്ടാവരുത്. ഭംഗമുണ്ടായാൽ കാമം ഉണ്ടാവും, കാമമുണ്ടായാൽ കാമം സാധിക്കാതെ നമ്മുടെ കോപമാകും. കോപം വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ അത് തിരിച്ചറിവ് നഷ്ടപ്പെടുത്തും, ഓർമ്മ നശിക്കും, ബുദ്ധി നശിക്കും, സർവനാശത്തിന് കാരണമാണ്. ഭൗതിക ജീവിതത്തില് പല അവസരങ്ങളിലും ഇത്തരം വിഷയാസക്തി മൂലമുള്ള ബുദ്ധിനാശം നമ്മൾ സ്വയം അനുഭവിക്കുന്നതായിട്ട് ചുറ്റും ധാരാളം കാണാം. ഇത്തരം ഭൗതിക വിഷയങ്ങളെ കുറിച്ചുള്ള വളരെ ഉപയോഗപ്രദമായ ഉപദേശമാണ് ഗീത നൽകുക. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനന് മാത്രമല്ല, ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഏവർക്കും അതിൽ നിന്ന് മോചനം നേടാൻ ഈ ഉപദേശം സഹായകമാണ്. എൻ്റെ ഒരു ജീവിത അനുഭവം ഞാൻ പറയാം. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു സംഘടനയുടെ കുറെ നേതാക്കൾ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് വന്നു, ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഒരു മീറ്റിംഗ് നടത്താൻ കോളേജ് ക്യാമ്പസ് വിട്ടുകൊടുക്കണം. പ്രിൻസിപ്പൽ പറഞ്ഞു, ഒരു സംഘടനയ്ക്ക് വേണ്ടി കോളേജ് ക്യാമ്പസ് വിട്ടുകൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ വെച്ച് മീറ്റിംഗ് നടത്തിക്കോളൂ. കാരണം കോളേജിൽ കുട്ടികളെല്ലാം ഞങ്ങൾക്ക് ഒരുപോലെയുള്ളൂ, നിങ്ങൾ പല സംഘടനയായിരിക്കാം, പക്ഷെ ഞങ്ങളെ ബാധിക്കില്ല, അതുകൊണ്ട് വിട്ടുതരാൻ പറ്റില്ല. വാക്തർക്കമായി, വിവാദമായി. ഞങ്ങൾ പഠിക്കുന്ന കോളേജാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നേ പറ്റുള്ളൂ, ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിച്ചു. അവർക്ക് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ സംഘടന എന്നുള്ള ഒരു അഭിമതം, സംഘം കൂടുതലായി. അങ്ങനെ സഞ്ജായതേ കാമ. അപ്പൊ പിന്നെ ഈ കാമം സാധിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ ഈ ക്യാമ്പസിൽ മീറ്റിംഗ് നടത്തിയിരിക്കും, ആരെതിർത്താലും ഞങ്ങൾക്ക് വിഷയമില്ല. അടുത്ത ചിന്ത ഇതാണ്, മുഴുത്ത കാമം. ആ കാമം കൂടിക്കഴിഞ്ഞപ്പോഴെന്തായി, അത് സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ, അത് അനുവദിക്കില്ല എന്ന് കണ്ടപ്പോൾ പ്രിൻസിപ്പലിനോട് ക്രോധായി. പിന്നെ പ്രിൻസിപ്പൽ എന്നുള്ളത് വിട്ടുപോയി. എന്റെ മുമ്പിൽ നിൽക്കുന്ന കോളേജ് പ്രിൻസിപ്പലാണ്, അധ്യാപകനാണ്, വിട്ടുപോയി. അദ്ദേഹത്തെ ഖരാവോ ചെയ്യുന്നു, മർദ്ദിക്കുന്നു, കൈകാലുകൾ തല്ലി ഒടിച്ചിടുന്നു, ഒരു വിഷമവുമില്ല. സഞ്ജായതേ കാമ കാമാത് ക്രോധോപിജായി. ക്രോധാത് ഭവതി സമ്മോഹ. ഈ സമ്മോഹം കൊണ്ടുള്ള സ്മൃതിഭ്രംശം ഉണ്ടായി. എനിക്ക് അഡ്മിഷൻ തന്ന ആളാണിത്, അധ്യാപകരെ വിട്ട് ഉപദേശിച്ച് പഠിപ്പിച്ച ആളാണ്, ആ കോളേജാണിത്, അതിന്റെ ഉടമസ്ഥനാണ്. ഇതൊക്കെ വിട്ടുപോയി. മുമ്പിൽ നിൽക്കുന്ന ശത്രു എന്ന് മാത്രമായി കാണും. എന്ന് മാത്രമല്ല,
പ്രിൻസിപ്പലിനുള്ള വിദ്വേഷം, വിരോധം അവര് കോളേജിലെ ലാബ് തല്ലിപ്പൊളിക്കാൻ കാരണമായി. സംഘടന കൂടി ഒന്നിച്ച് ഇറങ്ങി വന്ന് കോളേജിലെ ലാബും ടെസ്റ്റ് ട്യൂബും മുഴുവൻ തല്ലി തകർത്തു. പ്രിൻസിപ്പലിന്റെ റൂം തല്ലി തകർത്തു. കഫേരി മേശയൊക്കെ തല്ലി ഓടിച്ചു. കോപം തീർന്നില്ല. കോളേജിന്റെ അകത്ത് നാശനഷ്ടങ്ങൾ ധാരാളം ഉണ്ടാക്കി, ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അവർ വഴിയിലേക്ക് ഇറങ്ങി. വഴിയിലിറങ്ങി കണ്ട ബസ്സിന്റെ ചില്ലെല്ലാം തല്ലി തകർത്തു. ഈ ബസ്സിലിരിക്കുന്ന യാത്രക്കാരും ബസ്സുകാരും എന്ത് വിളിച്ചു? ക്രോധാധവതി സമൂഹമാണ്. ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്. ഇന്ന് നമ്മുടെ കലാലയത്തിൽ നടക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇവരുടെ പാർട്ടി മീറ്റിംഗ് അനുവദിക്കാത്തതിന് ഈ വഴിയെ വന്ന ബസ് എന്ത് ചെയ്തു? ബസ്സിനോടാണ് പിന്നെ യുദ്ധം. വഴിക്ക് സമൂഹാത് മൃദുവിഭ്രംശോ, ഇത് വഴിയാണ്, ഇത് വണ്ടിയാണ്, യാത്രക്കാരാണ്, ഇതൊക്കെ മറന്നു പോവുകയാണ്. നോക്കൂ, ആ ഒരു ചെയിൻ കൊണ്ട് അനുഭവിക്കുന്ന ഒരു വലിയ ദുഃഖ പരമ്പരകൾ ഗീത ഭംഗിയായിട്ട് അവതരിപ്പിക്കുക ഈ 2 ശ്ലോകത്തിൽ. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആ ബുദ്ധിനാശാത് പ്രണശ്യതി. അവസാനം എന്താണ്? ബസ്സിന് തീയിടാൻ തുടങ്ങുന്നു, പോലീസുകാർ വരുന്നു, അതെന്ത് ചെയ്യുന്നു? നല്ല തല്ലുണ്ടാക്കുന്നു, അടി കിട്ടി, ആശുപത്രി പോകുന്നു, അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്നു, ലോക്കപ്പിൽ ഇടുന്നു, മർദ്ദിക്കുന്നു. ബുദ്ധിനാശാത് പ്രണശ്യതി. ഇത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പത്രത്തിൽ കൂടെയും അല്ലാതെ നമ്മൾ സ്ഥിരം കാണുന്ന. ഇപ്പൊ ഗീത എത്ര ആപ്ലിക്കബിൾ ആണ് ദൈനംദിന ജീവിതത്തിൽ. വ്യാസൻ എത്ര കാലം മുമ്പ് ഇതൊക്കെ കണ്ടിട്ട് വിദഗ്ധമായി എഴുതി വെച്ചതാണ്. വെറുതെയുള്ള വരികളല്ല ഇതെന്ന് ഓരോരുത്തരുടെയും അനുഭവത്തിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. ഗുണാധ്യായതോ വിഷയാൻ പുംസംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാദ്ഭവതി സമ്മോഹ സമോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിലെ പല അവസരങ്ങളിലും ഇതേപോലെയുള്ള വിഷയാസക്തി മൂലമുള്ള ബുദ്ധിനാശം നമ്മൾ സ്വയം ഇടയ്ക്കിടയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയാണ് ബുദ്ധിനാശം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോഴൊക്കെ ഗീതയുടെ ഉപദേശം നമുക്ക് ഉപയോഗപ്രദമാക്കണം. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനന് വേണ്ടി മാത്രമല്ല എന്ന് ഉറപ്പാണ്. അർജുനൻ ഇപ്പോൾ സംഘമുണ്ടായി, കാമുണ്ടായി, ക്രോധമുണ്ടാകുന്നു. ഇങ്ങനെ അർജുനന്റെ ബുദ്ധിയും എന്ത് ചെയ്യുന്നു? ഇവിടെ ഭ്രംശിച്ചിട്ടാണ് ഈ നിൽക്കുന്ന ആരാണെന്ന് പോലും അർജുനൻ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അധപ്പതനത്തിലേക്ക് പോകുന്നത്? വിഷയാവേശം കൊണ്ട്, ആസക്തി കൊണ്ട്, കാമം കൊണ്ട്, ക്രോധം കൊണ്ട്, സമ്മോഹം കൊണ്ട്, സ്മൃതിഭ്രമം കൊണ്ട്, ബുദ്ധിനാശം കൊണ്ട്. സർവനാശം. ഇതൊരു ചങ്ങലയാണ്, ഇതൊരു ശൃംഖലയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. അപ്പൊ ഇവിടെ അടക്കണം, സംഘത്തിൽ അടക്കണം. ഇടയ്ക്ക് പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അമിതമായ ആസക്തിയിൽ നിന്ന് മനസ്സിനെ പിന്തിരിക്കണം. ഏത് കർമ്മവും ചെയ്യാം, ആ കർമ്മത്തിൽ അമിതമായ ആസക്തി ഉണ്ടാവരുത്, അതിനോടൊരു അഫിനിറ്റി ഉണ്ടാവരുത്. പലരെയും കാണാം, അറിയാം, സംസാരിക്കാം, ഒക്കെ ആവാം, പക്ഷെ ഒരു അഫിനിറ്റി കൂടുതൽ ഉണ്ടാവരുത്. അതുകൊണ്ട് ഇത്തരം അധപ്പതനത്തിന് കാഴ്ച ചുറ്റും കാണുന്ന നമുക്ക് ഗീതോപദേശം ഏറെ പ്രസക്തമാണ്. അവയോടുള്ള ചേർച്ച, ആസക്തി ഒഴിവാക്കി വേണം അനുഭവിക്കാൻ. ഇങ്ങനെ ഭഗവാൻ വിസ്തരിച്ച് ആ കർമ്മത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിഷ്കാമിയായി ആസക്തിയിൽ, വിഷയത്തിനോട് നമുക്ക് അനുഭവം ഉണ്ടാകാം, ആസക്തി ഉണ്ടാവരുന്നത് മാത്രമേ ഉള്ളൂ. വിഷയങ്ങൾ അനുഭവിക്കാം, പഞ്ചസാര കഴിക്കാം, പക്ഷെ അതിനുള്ള അമിതമായ ആസക്തി ഉണ്ടാവരുത്. സ്ത്രീ വിഷയങ്ങൾ അനുഭവിക്കാം, എല്ലാ സ്ത്രീകളോടും ആസക്തി ഉണ്ടാവരുത്. അങ്ങനെ സ്ഥിതപ്രജ്ഞനാവണം. അങ്ങനെയുള്ളവന് മാത്രമേ ജീവിതത്തിൽ സുഖവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് സ്ഥിതപ്രജ്ഞ ലക്ഷണം ചുരുക്കി. അതിന്റെ 2 ശ്ലോകം മാത്രമേ പറഞ്ഞുള്ളൂ. 2, 5, 10, 12 ശ്ലോകത്തിലാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുന്നത്. ഞാൻ ഇപ്പം ഒരു ഏകദേശം അത് ഞാൻ പറഞ്ഞു. സ്ഥാലീപുലാകന്യായര, ഒരു ചോറ് എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കലത്തിലെ ചോറെല്ലാം വെന്തു എന്ന് വിചാരിക്കുന്നത് പോലെ ഓരോ ചോറും എടുത്ത് ഞെക്കി നോക്കിയിട്ടല്ലോ ഈ ചോറ് മൊത്തം അരി വെന്തോ നോക്കാൻ കുറെ എടുത്തിട്ട് ഒരു ചോറ് ഞെക്കി നോക്കും. അതിന്റെ പേര് സ്ഥാലീപുലാകന്യായം എന്നാണ്. അങ്ങനെയാണ് പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഈ ചോറിന്, ഈ കലത്തെ എല്ലാ ചോറും ഞെക്കി നോക്കിയിട്ട് ആരും അത് വാർക്കാൻ പോകാറില്ല. ഇതുപോലെ ഞാൻ ഈ 2-ാം അധ്യായത്തിലെ ചില അരികൾ
എടുത്തൊന്ന് ഞെക്കി നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ബാക്കിയൊക്കെ അതുപോലെ തന്നെ ആവും എന്ന് വിചാരിച്ച് നമ്മൾ ഈ 2ാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് പിൻവാങ്ങാം. 3ാമത്തെ അധ്യായം കർമ്മയോഗമാണ്. അതിന് മുമ്പ് ഇതിൽ ആർക്കെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ പിന്നെ കർമ്മയോഗത്തിലേക്ക് കിടക്കാം, അല്ലെ അടുത്ത ദിവസമാക്കാം. അത് ആർക്കെങ്കിലും ഏതായാലും സ്ഥാലി പുലാഹി ന്യായം അത് വളരെ മനോഹരമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ഗീതയുടെ പ്രസക്തി സാറ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കർമ്മഫലവും കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയും അതേപോലെ തന്നെ ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെ ആവശ്യം വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊരു ചോദ്യം ശ്രദ്ധിച്ചവർക്ക് ആർക്കും ഉണ്ടാവും തോന്നുന്നില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ക്ലാസ്സിൽ കർമ്മയോഗത്തിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കും ഇല്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഗുരുനാഥൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ വിരാമമായി എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര സമർപ്പിക്കാം. പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര. ക്ലാസ് അവസാനിച്ചിരിക്കുന്നു.